നമ്മളെല്ലാവരും നമ്മളുടെ ലക്ഷ്യങ്ങൾ നേടണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ട്രൈ ചെയ്യുന്നുണ്ടാവും. നമ്മളുടെ പാഷന്റെ പിന്നിൽ നമ്മൾ പോകുന്നുണ്ടാവും. പക്ഷേ നമുക്ക് ഈ സക്സസിന്റെ ഗ്രാഫ് എങ്ങനെയാണെന്നറിയോ? ശ്രദ്ധിച്ചു കേൾക്കണേ. സക്സസിന്റെ ഗ്രാഫ് എങ്ങനെയാണെന്നറിയോ? ഇത് ഒരു ജെ കർവാണ്. ജെ കർവാണ് സക്സസിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. നമ്മൾ ഇത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് അത് ഇവിടെ നമ്മൾ എത്തുന്നുണ്ടാവും. ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ മടുക്കാൻ തുടങ്ങും. ഇതാണ് നമ്മളുടെ ഡൗൺഫോൾ എന്നുള്ളത്. ഒരു കോട്ടുണ്ട്, പറക്കുന്നതിന്റെ ആദ്യ പടി എന്നുള്ളത് വീഴലാണ്. ഞാൻ യൂട്യൂബിൽ നിന്ന് ബിസിനസ് തുടങ്ങാനായിട്ട് ഞാൻ വന്നു, കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വന്നു. അതിൽ ആദ്യത്തെ വർഷം എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ലോസായി. അതിനുശേഷമാണ് ഞാനൊരു ഗ്രോത്ത് എന്നുള്ളത് കാണുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മോസ്റ്റ് ഓഫ് ദ ആളുകളും നിങ്ങൾക്ക് ഇപ്പൊ ഒരു ലക്ഷ്യം എന്നുള്ളതുണ്ട്. ധർമ്മേഷിന് ഇപ്പൊ ഒരു ലക്ഷ്യം എന്നുള്ളതുണ്ട്, യദുവിന് ഇപ്പൊ ഒരു ഗോള് എന്നുള്ളതുണ്ട്, ഷഹദിന് ഒരു ഗോള് എന്നുള്ളതുണ്ട്, ഷാനിന് ഇപ്പൊ ഒരു ഗോള് എന്നുള്ളതുണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കാൻ തുടങ്ങുമ്പോ അതിന്റെ ആദ്യത്തെ പടി എന്താണെന്ന് അറിയോ? ആദ്യം നിങ്ങൾ വീഴും. പക്ഷേ 90% ആളുകളും ഈ ഡൗൺഫോളിൽ ക്വിറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അലി മനസ്സിലാവുന്നുണ്ടോ? അരുൺ മനസ്സിലാവുന്നുണ്ടോ? ആഫിൽ മനസ്സിലാവുന്നുണ്ടോ? റഹീം? 90% ആളുകളും ഇതാണ് സക്സസിന്റെ ഗ്രോത്തിന്റെ ഗ്രാഫ് എന്നുള്ളത്. ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് ആദ്യത്തെ പടി ഞാൻ വീഴുകയാണ് ചെയ്തത്. 10, 20, 22 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തുകയാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഇതാണ് സക്സസിന്റെ ജേണി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഇവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. അതിനുശേഷം ഞാൻ എന്താ ചെയ്തത്? കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീണ്ടും പോയിട്ട് പഠിക്കാൻ തുടങ്ങി. പുതിയ ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. പുതിയ പുസ്തകങ്ങൾ ഞാൻ വായിക്കാൻ തുടങ്ങി. എൻ്റെ അറിവും വർദ്ധിപ്പിച്ചു, എൻ്റെ സ്കില്ലും ഞാൻ കൂട്ടി. എത്രത്തോളം, ഒരു കാര്യം ശ്രദ്ധിച്ചോ, എത്രത്തോളം നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഡൗൺ മൊമെന്റിലൂടെയാണോ പോകുന്നത്, ഈ ഒരു ഡൗൺ മൊമെന്റിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കുന്നതിനുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള വഴിയാണ് നിങ്ങളുടെ നോളേജും സ്കില്ലും വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇതാണ് ഗ്രോത്തിന്റെ ഗ്രാഫ്, ജെ കർവ്. നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്കൊരു ഡൗൺഫോൾ ഉണ്ടാവും. ഈ ഡൗൺഫോൾ ഉണ്ടാവുന്ന സമയത്ത് 90% ആളുകളും വിട്ടിട്ട് പോവും. ഈ സമയത്ത് നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ കാമുകി നിങ്ങളെ ഇട്ടിട്ട് പോവും. നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ കുറ്റം ഉണ്ടാവും. നിങ്ങളുടെ കയ്യിലുള്ള പൈസ എന്നുള്ളത് പോകുന്നുണ്ടാവും. നിങ്ങൾക്ക് തന്നെ നിങ്ങളിലെ ഒരു വിശ്വാസം എന്നുള്ളത് മേ ബി നഷ്ടപ്പെടുന്നുണ്ടാവും. പക്ഷേ ഈ സ്റ്റേജിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇവിടെ വെച്ച് നിങ്ങൾ മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആ വിഷയമായിട്ട് മാക്സിമം പഠിക്കുക. അതിന് വേണ്ട സ്കില്ലുകൾ എന്താണോ അത് ഇംപ്രൂവ് ചെയ്യുക. ഈ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ട സ്കിൽ എന്താണോ അത് ഇംപ്രൂവ് ചെയ്യുക. എനിക്കൊരു വീഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ, ഞാനിപ്പോൾ സെയിൽസ് സ്കില്ല് നിങ്ങളിൽ പലരെയും പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നത് ഞാനാണ്, അല്ലേ? ഞാൻ സംസാരിച്ചിട്ടാണ് നിങ്ങൾ പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ എന്താണെന്നറിയോ ചെയ്യുന്നത്? ഇനി ഫ്യൂച്ചറിൽ എനിക്കൊരു ഡൗൺഫോൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ഡൗൺഫോളിൽ നിന്ന് എനിക്ക് പുറത്തു വരാനായിട്ട് എനിക്കൊരു സ്കില്ല് വേണം. ആ സ്കില്ല് എന്നുള്ളത് സെയിൽസ് സ്കില്ല് എന്നുള്ള ഒരു കാര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഏത് ഡൗൺഫോളിൽ നിന്നും നമ്മളെ പുറത്തു കൊണ്ടുവരാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് സ്കില്ലാണ് സെയിൽസ് സ്കില്ല് എന്നുള്ളതാണ്. അത് ഞാൻ ലേൺ ചെയ്യായിരുന്നെന്നേ. നിങ്ങളുടെ ലൈഫിൽ ഇതേപോലെ ഡൗൺഫോൾസ് വരും എന്നുള്ളതല്ല. ഒരു ആണ് എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരുടെ ലൈഫിലും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പല ഇൻസിഡൻസ് നമ്മൾ ഗോ ത്രൂ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ ആളുകളും ഇവിടെ ആയിരിക്കും ക്വിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇതിനെയാണ് ക്വിറ്റിംഗ് പോയിന്റ് എന്നുള്ള രീതിയിൽ പറയാ. പക്ഷെ നിങ്ങൾ അവിടെ ക്വിറ്റ് ചെയ്യാതെ, അത് നിങ്ങളുടെ സ്കില്ല് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഡൗൺഫോൾ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോഴുള്ള അറിവ് പോരാ, നിങ്ങൾക്കുള്ള നോളേജ് പോരാ, നിങ്ങളിപ്പോൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ അറിവ് ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. അതെ, ഞാൻ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് എൻ്റെ ഗൈഡൻസിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള, ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് ബിൽഡ് ചെയ്തെടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്
30 ഡേയ്സ് ഓഫ് ചലഞ്ച് മൈൻഡ് സെറ്റ് ബിൽഡിംഗ് എന്നുള്ളത്. ഈ ഒരു പ്രോഗ്രാമിലൂടെ അൺഡിസിപ്ലിൻഡ് ആൻഡ് ഡീമോട്ടിവേറ്റഡ് ലൈഫ് ജീവിച്ചുകൊണ്ടിരുന്ന 3000-ലധികം ആളുകൾ ഇന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലൈഫ് എന്നുള്ളത് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ അടുത്ത 30 ദിവസത്തേക്ക് എൻ്റെ തന്നെ ഓരോ ട്രെയിനിങ്സ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ടാവുക. ഡെഫിനറ്റ്ലി ഒരു പെയ്ഡ് പ്രോഗ്രാം ആണ്. പക്ഷേ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സീരിയസ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. സോ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് ഞാൻ ഒരു ലിങ്ക് എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തേക്കുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.